89ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് രണ്ട് സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ സ്ക്വയറിന്റെ ലെങ്ത് എത്രയാണ്? 3 സെന്റിമീറ്റർ. രണ്ടാമത്തെ സ്ക്വയറിന്റെയോ 2 സെന്റിമീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ റെഡ് കളറുള്ള ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആ ലൈൻ എന്തായിട്ടാ വരുന്നത്? രണ്ട് സ്ക്വയറിന്റെയും ഡയഗണൽ കൂടിച്ചേരുന്നത് അല്ലെ ഈ വലിയ ലൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് സ്ക്വയറിന്റെയും ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ പോരെ. അത് രണ്ടും കൂടെ സം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് സ്ക്വയറിന്റെയും ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഈ ഒന്നാമത്തെ സ്ക്വയറിന്റെ ഡയഗണൽ എത്രയാന്ന് നോക്കാം. ഫസ്റ്റ് സ്ക്വയർ. ഈ ഡയഗണലിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ സ്ക്വയറിനെ നേരെ നടുവേ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം നമുക്ക് യൂസ് ചെയ്യാം. ബേസും ഹൈറ്റും നമുക്കുണ്ട് അല്ലെ. സ്ക്വയർ ആയതുകൊണ്ട് ബേസും ഹൈറ്റും 3 സെന്റിമീറ്റർ വെച്ചാണ്. അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഹൈപ്പോട്ടീനസ് കണ്ടുപിടിക്കാം അല്ലെ. അതായത് നമ്മുടെ ഡയഗണൽ ആയിട്ട് വരുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടീനസ് ആണ്. അപ്പോൾ ഡയഗണലിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടീനസിന്റെ സ്ക്വയർ ആ ബേസ് സ്ക്വയറും ഹൈറ്റ് സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. അതല്ലേ പൈതഗോറസ് തിയറം. ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ ആണ് ഹൈപ്പോട്ടീനസിന്റെ സ്ക്വയർ. ഹൈപ്പോട്ടീനസ് ആണ് നമ്മുടെ ഡയഗണൽ അല്ലെ. അപ്പൊ ഡയഗണലിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് എത്രയാണ്? 3 സെന്റിമീറ്റർ അല്ലെ. അപ്പോൾ 3യുടെ സ്ക്വയർ പ്ലസ് ഹൈറ്റ് എത്രയാണ്? ഹൈറ്റും 3 സെന്റിമീറ്റർ തന്നെയാണ് അല്ലെ. അതായത് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ 9 ആണ്. അപ്പോൾ 9 പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 18 കിട്ടും അല്ലെ. 18 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡയഗണലിന്റെ ലെങ്തോ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി അല്ലെ. അതായത് ഡയഗണൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 18. റൂട്ട് 18 എത്രയാണെന്ന് നമുക്കറിയാവോ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 9 into 2 എന്ന് എഴുതാം അല്ലെ. 9 into 2 അല്ലെ 18. ഈക്വൽ ടു എത്ര കിട്ടും? റൂട്ട് 9 into റൂട്ട് 2 എന്ന് കിട്ടും അല്ലെ. റൂട്ട് 9 into റൂട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 എത്രയാണ്? റൂട്ട് 9 3 അല്ലെ. അപ്പോൾ 3 റൂട്ട് 2 എന്ന് നമുക്ക് കിട്ടും. അതായത് ആദ്യത്തെ സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് എത്രയായിട്ട് കിട്ടും? 3 റൂട്ട് 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി എന്താ കണ്ടുപിടിക്കണം? രണ്ടാമത്തെ ഈ ചെറിയ സ്ക്വയറിന്റെ ഡയഗണലും കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ അതിന്റെ ബേസ് നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അപ്പൊ നേരെ നടുവേ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് 2 സെന്റിമീറ്റർ ഹൈറ്റും 2 സെന്റിമീറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടീനസോ അല്ലെങ്കിൽ നമ്മുടെ ആ ചെറിയ സ്ക്വയറിന്റെ ഡയഗണലോ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. നമുക്ക് ആ ഡയഗണൽ അല്ലെങ്കിൽ ഹൈപ്പോട്ടീനസ് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ അതിന്റെയും ഡയഗണലിന്റെ സ്ക്വയർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയഗണലിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടീനസിന്റെ സ്ക്വയർ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ബേസ് എത്രയാണ്? 2 സെന്റിമീറ്റർ. അപ്പോൾ ബേസ് സ്ക്വയർ 2ന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ വീണ്ടും 2ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലെ. 4 പ്ലസ് 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡയഗണലോ ഡയഗണൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8ന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് 8നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? സ്ക്വയർ റൂട്ട് അറിയാവുന്ന ഒരു സംഖ്യയുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം അല്ലെ. എങ്ങനെ എഴുതാം? 4 into 2 ആയിട്ട് എഴുതാം. 4 into 2 അല്ലേ 8. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 into റൂട്ട് 2 ആയിട്ട് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 എത്രയാണ്? നമുക്കറിയാം 2 ആണ്. 2 റൂട്ട് 2 നമുക്ക് കിട്ടി. അപ്പോൾ ഈ ചെറിയ സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ്? 2 റൂട്ട് 2 സെന്റിമീറ്റർ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്ലാന്റഡ് ലൈനിന്റെ അല്ലെങ്കിൽ ഈ ചെരിഞ്ഞ വരയുടെ ടോട്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിനെന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഡയഗണലിന്റെ ലെങ്തും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പോൾ ടോട്ടൽ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ ആഡ് ചെയ്യണം? 3 റൂട്ട് 2ഉം 2 റൂട്ട് 2ഉം തമ്മിൽ ആഡ് ചെയ്യുക. 3 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റൂട്ട് 2 എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞേ? റൂട്ട് 2ന്റെ വാല്യൂ കൊടുത്താൽ മതി അല്ലെ. എത്ര റൂട്ട് 2ന്റെ വാല്യൂ? ഇവിടെ സെന്റിമീറ്ററിലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അത് കാരണം റൂട്ട് 2ന്റെ സെന്റിമീറ്റർ സൈസുള്ള വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് 3 into 1.41
സെന്റിമീറ്റർ ആയിട്ട് പറയണമെങ്കിൽ 1.41 യൂസ് ചെയ്യണം അല്ലേ. ദെൻ പ്ലസ് അടുത്തത് 2 ഇൻറ്റു വീണ്ടും √2ന്റെ വാല്യൂ 1.41 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.41 ഇൻറ്റു 3 ചെയ്യണ്ടേ, അതായത് 141 ഇൻറ്റു 3. 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 4 12, ദെൻ റിമൈൻഡർ 1 ഉണ്ട്. 3 ഇൻറ്റു 1 3 പ്ലസ് 1 4. അപ്പൊ എത്ര കിട്ടി? 423 കിട്ടി അല്ലേ. ഇനി ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു? 2 ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാ? 4.23 എന്ന ആൻസർ കിട്ടും അല്ലേ. പ്ലസ് അടുത്തത് 2 ഇൻറ്റു 1.41 ചെയ്യണം അല്ലേ, അതായത് 141 ഇൻറ്റു 2. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 1 2. എത്ര ആൻസർ കിട്ടും? 282 എന്ന ആൻസർ കിട്ടും. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു? ഇവിടെയും 2 ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു അല്ലേ. അത് കാരണം നമ്മുടെ ആൻസറിലും 2 ഡെസിമൽ പ്ലേസ് വേണം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 2.82 എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തേ, അതായത് 4.23 പ്ലസ് 2.82. 3 2 5 അല്ലേ. 2 വെട്ടും 10, അതിന് 0. ദെൻ ശിഷ്ടം ഈ സൈഡിലേക്ക് പോകും അല്ലേ. ഇവിടെ ഡെസിമൽ നേരെ അതിന്റെ താഴെ തന്നെ ഇട്ടു. 4 ഇൻറ്റു 6 6ഉം പിന്നെ ഒന്ന് ശിഷ്ടം ഉണ്ടായിരുന്നു അല്ലേ. 6 1 7. എത്ര കിട്ടും? 7.05 എന്ന് കിട്ടും. 7.05 സെന്റിമീറ്റർ. അതായത് ഈ ചെരിഞ്ഞ വരയുടെ നീളം എത്രയാണ്? 7.05 സെന്റിമീറ്റർ. 89ാമത്തെ പേജിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് എന്നാ തന്നിരിക്കുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ നടുക്ക് വരച്ചിരിക്കുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിന്റെ 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സൈഡ് 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. എന്താ പൈത്തഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം അല്ലേ. അപ്പോൾ ഞാൻ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് എയും ബിയും ആയിട്ട് ഞാൻ എടുക്കാനായിട്ട് പോവാം. ഇതൊരു പെർപെൻഡിക്കുലർ സൈഡ് ആണല്ലേ, അത് എ ആയിട്ട് എടുത്തു. ഇത് അടുത്ത പെർപെൻഡിക്കുലർ സൈഡ്, അത് ബി ആയിട്ട് എടുത്തു. ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടനസ് അല്ലേ. കാരണം ഇവിടെയാണ് 90 ഡിഗ്രി വന്നിരിക്കുന്നത്. 90 ഡിഗ്രിയുടെ നേരെ എതിർവശത്ത് കിടക്കുന്നതാണ് ഹൈപ്പോട്ടനസ്. അതായത് ഹൈപ്പോട്ടനസ് ഞാൻ സി ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൈത്തഗോറസ് തിയറം എന്താ പറയുന്നത്? ബേസ് സ്ക്വയർ അതായത് എ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ അതായത് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ അല്ലേ, സി സ്ക്വയർ. ഇതാണ് നമ്മുടെ പൈത്തഗോറസ് തിയറം. ഈ എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബേസിന്റെ സ്ക്വയർ അല്ലേ. ബേസ് എ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ആണ് എ സ്ക്വയർ. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബി സ്ക്വയറോ? ഹൈറ്റിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ. സി സ്ക്വയറോ? ഹൈപ്പോട്ടനസിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ തിയറത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താ? എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ, ബി സ്ക്വയറോ? ഹൈറ്റിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ, സി സ്ക്വയറോ? ഹൈപ്പോട്ടനസിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ അല്ലെ. അതിനകത്ത് നിന്ന് ലെങ്തുകൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ എല്ലാം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓരോ സൈഡിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയകളാണ് നമുക്ക് ഈ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താ? എ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. ബി സ്ക്വയർ എന്താ? അതിന്റെ ഹൈറ്റ് ബി ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഹൈറ്റിന്റെ സ്ക്വയർ ആണ് ബി സ്ക്വയർ. ബി സ്ക്വയർ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈറ്റിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ ആണ് ബി സ്ക്വയർ. ആ ബി സ്ക്വയർ അല്ലേ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്ന 18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ സ്ക്വയറിന്റെ ഏരിയ 18 സെന്റിമീറ്റർ സ്ക്വയറാ. അതായത് ഈ വശത്ത് വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ ആണ് ബി സ്ക്വയർ. ആ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 18 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെ. അതായത് ബി സ്ക്വയറിന്റെ പ്ലേസിൽ നമുക്ക് എത്ര എഴുതാം? 18 എന്ന് എഴുതാം അല്ലെ. അപ്പോൾ എ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, അത് അവിടെ തന്നെ എഴുതി. പ്ലസ് ബി സ്ക്വയർ എത്രയാണ്? 18. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി സി സ്ക്വയറോ? നമ്മൾ ഇതിന്റെ ഹൈപ്പോട്ടനസ് സി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ആണ് സി സ്ക്വയർ അല്ലെ. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടനസിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ അതാണ് സി സ്ക്വയർ അല്ലെ. സൈഡ് സി ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്?
സി സ്ക്വയർ, വശം ഇൻറ്റു വശമല്ലേ, അപ്പോൾ സി സ്ക്വയർ അല്ലേ. അതായത് ഈ ഹൈപ്പോട്ടന്യൂസിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ ആണ് സി സ്ക്വയർ. ആ സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ടല്ലോ, 50 സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ. 50 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ ഹൈപ്പോട്ടന്യൂസിൽ വരച്ചിരിക്കുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ. അതായത് സി സ്ക്വയർ എത്രയാണ്? 50 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ സി സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 50 എന്ന് എഴുതത്തില്ലേ? 50 സി സ്ക്വയർ ആണ് 50. ഇനി എ സ്ക്വയർ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ 18 ഈ സൈഡിൽ കൊണ്ടുവരണം അല്ലേ. അതായത് എ സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 50, ഈ 18 ഈ സൈഡിൽ കൊണ്ടുവരുമ്പം -18 ദാറ്റ് ഈസ് ഇക്വൽ ടു 15 - 18 32 കിട്ടും അല്ലേ. 32 എ സ്ക്വയർ ആണ് 32. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബേസ് ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്, ഈ വശമാണ് എ. ഈ വശത്തിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ ആണ് നമുക്ക് ഡയറക്റ്റ് കിട്ടിയിരിക്കുന്ന 32. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിന്റെ വശം അല്ലെങ്കിൽ ആ ബേസ് എത്രയാണ്? എ അല്ലേ. എ ദാറ്റ് ഈസ് ഇക്വൽ ടു √32 ദാറ്റ് ഈസ് ഇക്വൽ ടു √32 നമുക്ക് ചെയ്യാൻ അറിയത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്? സ്ക്വയർ റൂട്ട് അറിയാവുന്ന ഒരു സംഖ്യയുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി അല്ലേ. അതായത് 32നെ നമുക്ക് എങ്ങനെ എഴുതാം? √16 × 2 എന്ന് എഴുതാം അല്ലേ. 16 × 2 അല്ലേ 32. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു √16 × √2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വൽ ടു √16 നമുക്ക് അറിയാലോ, അതെത്രയാ? 4 അല്ലേ. അപ്പോൾ 4 √2 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് √2 എഴുതിയിട്ടുണ്ട് അല്ലേ. √2 നമ്മൾ എങ്ങനെയായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? √2ന്റെ ഡെസിമൽ വാല്യൂ നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ എല്ലാ സെന്റിമീറ്ററിനല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് √2ന് ഏത് വാല്യൂ നമുക്ക് യൂസ് ചെയ്യണം? 4 × 1.41 എന്ന വാല്യൂ നമുക്ക് യൂസ് ചെയ്യണം. സെന്റിമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് √2ന് 1.41 എന്ന വാല്യൂ നമ്മൾ യൂസ് ചെയ്തു. ഇനി 4 × 1.41 ചെയ്ത് നോക്കിയാലോ. അതായത് 141 × 4, 4 × 1 4, 4 × 4 16, ശിഷ്ടം 1, ഒരു 4 4, 4 1 5. അപ്പൊ എത്ര കിട്ടി? 564 കിട്ടി അല്ലേ. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അത് കാരണം നമുക്ക് ആൻസറിലും 2 ഡെസിമൽ പ്ലേസ് വേണം അല്ലേ. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 5.64 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് എത്ര സെന്റിമീറ്റർ ആയിട്ട് കിട്ടി? 5.64 സെന്റിമീറ്റർ ആയിട്ട് കിട്ടി. തേർഡ് സൈഡ് ദാറ്റ് ഈസ് ഇക്വൽ ടു 5.64 സെന്റിമീറ്റർ. 89ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കുറച്ച് നമ്പറുകളുടെ ജോഡികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ജോഡികളിൽ കുറച്ച് ജോഡികളുടെ പ്രൊഡക്റ്റുകൾ നാച്ചുറൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസോ ആണ്. അവ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ജോഡി എടുക്കണം, അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. √3 √12 ആണ് അല്ലേ. ഇവയുടെ പ്രൊഡക്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ √3 × √12 നമുക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഇക്വൽ ടു √3 കണ്ടുപിടിക്കാൻ അറിയത്തില്ലല്ലോ, അതുപോലെ തന്നെ √12 കണ്ടുപിടിക്കാൻ അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നേ? രണ്ടിനകത്ത് റൂട്ട് ഉണ്ട് അല്ലേ. ഈ 3ക്ക് റൂട്ട് ഉണ്ട്, 12ന് റൂട്ട് ഉണ്ട്. 2ന് റൂട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാറ്? ഇതിന്റെ റൂട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 2ന് റൂട്ട് ഉള്ളത് കൊണ്ട് ഈ 2 റൂട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയോ? റൂട്ടിനകത്ത് 3 × 12 അല്ലേ. 3 × 12 എത്രയാണ്? 3 × 12 36 അല്ലേ. അപ്പോൾ റൂട്ട് 36 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഇക്വൽ ടു 36ന്റെ റൂട്ട് എത്രയാ? അത് നമുക്ക് അറിയാലോ. 6 × 6 അല്ലേ 36. അപ്പോൾ 36ന്റെ റൂട്ട് 6 ആയിട്ട് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 6 ഒരു നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. അടുത്തത് രണ്ടാമത്തത് ഏതാണ് ജോഡി? √3 × √1.2 അല്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. √3 × √1.2 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു? ഈ രണ്ട് സംഖ്യയ്ക്കും റൂട്ട് ഉണ്ട്, അതുകൊണ്ട് ആ റൂട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ √3 × 1.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 1.2 എത്രയാ? 12 × 3 ചെയ്താൽ മതി അല്ലേ. 12 × 3 നമ്മൾ ഇവിടെ ചെയ്തായിരുന്നല്ലോ. എത്രയാ? 36 കിട്ടും അല്ലേ. ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്, അതുകൊണ്ട് 3.6 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6. അപ്പൊ 3.6ന്റെ റൂട്ട് 3.6ന് റൂട്ട് ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 36ന്റെ റൂട്ട് നമുക്ക് 6 ആയിട്ട് കിട്ടി അല്ലേ. 6ന്റെ സ്ക്വയർ ആണ് 36.
അങ്ങനെയാണെങ്കിൽ 0.6ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 0.6ന്റെ സ്ക്വയർ, അതായത് 0.6 ഇൻറ്റു 0.6 ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡെസിമൽ പോയിന്റ് മാറ്റി അപ്പൊ നമുക്ക് 6 ഇൻറ്റു 6 എന്ന് കിട്ടി അല്ലെ, അതായത് 36. ഡെസിമൽ പാർട്ടിൽ രണ്ടെണ്ണമാണുള്ളത് അല്ലെ, ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിലും 2 ഡെസിമൽ പാർട്ട് വേണ്ടേ, അതായത് നമുക്ക് എന്താ ആൻസർ കിട്ടും? 0.36 ആൻസർ കിട്ടും. 6ന്റെ സ്ക്വയർ 36, 0.6ന്റെ സ്ക്വയറോ 0.36 എന്ന് കിട്ടി. പക്ഷെ 3.6 ഒന്നിന്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടിയില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 3.6ന്റെ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ നമ്പറോ ഫ്രാക്ഷനോ ആകത്തില്ല. അതിന്റെ കാരണം എന്നാന്ന് മനസ്സിലായല്ലോ. 6ന്റെ സ്ക്വയർ 36 ആയിട്ടാ വരുവുള്ളൂ. ഇനി പോയിന്റ് ചേർത്തിട്ടുണ്ടെങ്കിലോ 0.6ന്റെ സ്ക്വയർ 0.36 ആയിട്ടാ വരുവുള്ളൂ, ഒരിക്കലും 3.6 ആയിട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3.6ന്റെ റൂട്ട് ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടോ ഫ്രാക്ഷൻ ആയിട്ടോ പറയത്തില്ല. അടുത്ത മൂന്നാമത് എന്താ? √5 ഇൻറ്റു √8 ചെയ്യണം അല്ലെ. √5 ഇൻറ്റു √8 ആദ്യം ചെയ്തപോലെ തന്നെ അല്ലേ, രണ്ടിന് റൂട്ടുള്ള സംഖ്യയാണ്, അതുകൊണ്ട് റൂട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. √5 ഇൻറ്റു 8 ചെയ്താൽ മതി അല്ലെ, 5 ഇൻറ്റു 8. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? √40 എന്ന് കിട്ടും അല്ലെ, √40. 40യുടെ റൂട്ട് എടുക്കാൻ നമുക്ക് അറിയത്തില്ലല്ലോ. 40യുടെ റൂട്ട് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പറോ ഒരു ഫ്രാക്ഷനോ കിട്ടത്തില്ല അല്ലെ. 40ക്ക് ഒരു റൂട്ട് പ്രോപ്പർ റൂട്ട് എടുക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ മൂന്നാമത്തെ പ്രൊഡക്റ്റും √5 ഇൻറ്റു √8 ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടോ ഒരു ഫ്രാക്ഷൻ ആയിട്ടോ കിട്ടത്തില്ല. ഇനി നാലാമത്തെ നോക്കിക്കേ. നാലാമത്തെ ഏതാണ്? √0.5 ഇൻറ്റു √8 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആൻസർ കിട്ടുന്നത്? രണ്ടിന് റൂട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് √0.5 ഇൻറ്റു 8 എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ഡെസിമൽ നമ്പർ ഇൻറ്റു 8 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെസിമൽ പ്ലേസ് നമ്മൾ എടുത്ത് കളയുക, അതായത് 5 ഇൻറ്റു 8 ചെയ്താൽ മതി അല്ലെ. 5 ഇൻറ്റു 8 എത്രയാണ്? 40. ദെൻ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഒരു ഡെസിമൽ പ്ലേസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ആൻസറിലും ഒരു ഡെസിമൽ പ്ലേസ് വേണം, അതായത് 0യുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് കൊടുത്താൽ മതിയല്ലോ. അതായത് 4 എന്ന് ആൻസർ കിട്ടും അല്ലെ. റൂട്ട് ഉണ്ട്, √4. ദാറ്റ് ഈസ് ഈക്വൽ ടു √4 എത്രയാണ്? 2 അല്ലെ, 2. അതായത് 2 ഒരു നാച്ചുറൽ നമ്പർ ആണ്, അതായത് ഈ ജോഡിയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടും അല്ലെ. 2 ഒരു നാച്ചുറൽ നമ്പർ ആണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? √7.5 ഇൻറ്റു √3 and 1/3 ചെയ്യണം അല്ലെ. ആദ്യം ഇതിനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിക്കേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെയാ നമുക്ക് ഇതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ പറ്റുന്നത്? 2 ഇൻറ്റു 7 ചെയ്യണം, പ്ലസ് 1 ചെയ്യണം അല്ലെ. അപ്പൊ 2 ഇൻറ്റു 7 14 പ്ലസ് 1 15. 15 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇൻറ്റു ഇതിനെ എങ്ങനെ തന്നെ ചെയ്തേ? 3 ഇൻറ്റു 3 ചെയ്യണം, പ്ലസ് 1 ചെയ്യണം അല്ലെ. അപ്പൊ 3 ഇൻറ്റു 3 9 പ്ലസ് 1 10. 10 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇനി ഇത് നോക്കിയേ, രണ്ടിന്റെ റൂട്ട് ഉണ്ടല്ലോ, രണ്ടിന്റെ ഈ റൂട്ട് കോമൺ ആയിട്ട് എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു then 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 3 കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഈ ഫ്രാക്ഷൻസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? √15 ഇൻറ്റു 10 150 കിട്ടും. 150 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 കിട്ടും അല്ലെ, 6. ദാറ്റ് ഈസ് ഈക്വൽ ടു √150 ഡിവൈഡ് ബൈ 6 എത്രയാ? 150 ഡിവൈഡഡ് ബൈ 6. 15 2 അല്ലെ, 2. അപ്പൊ നമുക്ക് 12 കിട്ടും. ദെൻ റിമൈൻഡർ 3 കിട്ടും. ദെൻ 0. 30 6 എത്ര പ്രാവശ്യം ഉണ്ട്? 5 ടൈംസ്. സോ 30 0 കിട്ടും അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 25. √25 അത് നമുക്കറിയാലോ, 5 ആണ് അല്ലെ, 5. അതായത് ഈ ജോഡിയുടെ ആൻസർ എത്ര കിട്ടി? 5 കിട്ടി. 5 ഒരു നാച്ചുറൽ നമ്പർ ആണല്ലോ, 5 നാച്ചുറൽ നമ്പർ ആണ്. അടുത്തത് ലാസ്റ്റത്തെ ആറാമത്തത്. ആറാമത്തെ എന്താണ്? √2/5 ഇൻറ്റു √1/10 ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടിന് റൂട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാറ്? ഈ റൂട്ട് കോമൺ ആയിട്ട് എടുക്കുന്നു അല്ലെ. അപ്പൊ √2/5 ഇൻറ്റു 2/5 ഇൻറ്റു 1/10. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ആണല്ലോ ചെയ്യേണ്ടത്. അതായത് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ 5 into 10 50 കിട്ടും അല്ലേ? 50. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. എത്ര വെച്ച് ക്യാൻസൽ ചെയ്യാം? 2 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ? അതായത് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 50നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര ആൻസർ കിട്ടും? റൂട്ട് ഓഫ് 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 1 കിട്ടും അല്ലേ? 1 ഡിവൈഡഡ് ബൈ 50നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താലോ 25 കിട്ടും. അതായത് 2/50 എന്ന ഈ ഫ്രാക്ഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 1/25 കിട്ടി അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഈ ഫ്രാക്ഷന്റെ റൂട്ട് എടുക്കുകയാണല്ലോ വേണ്ടേ? അതായത് ന്യൂമറേറ്ററിന്റെ റൂട്ട് കൊടുക്കണം, ഡിനോമിനേറ്ററിന്റെ റൂട്ട് കൊടുക്കണം. അതായത് നമുക്ക് എന്ത് വരും? റൂട്ട് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 25 എന്ന് കിട്ടും. റൂട്ട് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 25. അതിന്റെ ആൻസർ എത്രയാ? റൂട്ട് 1 എത്രയാ? 1 കിട്ടും അല്ലേ? ഡിവൈഡഡ് ബൈ റൂട്ട് 25ഓ? അത് നമുക്കറിയാം 5 കിട്ടും. അതായത് ഈ ജോഡിയുടെ പ്രൊഡക്റ്റ് നമുക്ക് എത്രയായിട്ട് കിട്ടും? 1 ഡിവൈഡഡ് ബൈ 5 ആയിട്ട് കിട്ടും അല്ലേ? അതായത് ഈ ജോഡിയുടെ പ്രൊഡക്റ്റ് എന്താണ്? ഒരു ഫ്രാക്ഷൻ ആണ് അല്ലേ? ഫ്രാക്ഷൻ. അപ്പോൾ ഇതല്ലായിരുന്നു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ജോഡിയുടെ പ്രൊഡക്റ്റ് നമുക്ക് എത്രയായിട്ട് കിട്ടി? 6 ആയിട്ട് കിട്ടി. അതൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടി. രണ്ടാമത്തെ ജോഡിയുടെയോ? 3.6ന്റെ റൂട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പറോ ഫ്രാക്ഷനോ ആയിട്ട് കിട്ടത്തില്ല അല്ലെ? അതായത് ഈ ജോഡിയുടെ പ്രൊഡക്റ്റ് ഒരു നാച്ചുറൽ നമ്പറോ ഫ്രാക്ഷനോ അല്ല. അടുത്ത മൂന്നാമത്തെ ജോഡിയോ? 40യുടെ റൂട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പറോ ഫ്രാക്ഷനോ ആയിട്ട് കിട്ടത്തില്ല. അതായത് ഈ ജോഡിയുടെ പ്രൊഡക്റ്റ് നമുക്ക് എന്തായിട്ട് കിട്ടത്തില്ല? നാച്ചുറൽ നമ്പറോ ഫ്രാക്ഷനോ ആയിട്ട് കിട്ടത്തില്ല. നാലാമത്തതോ? ഈ ജോഡിയുടെ പ്രൊഡക്റ്റ് നമുക്ക് എത്രയായിട്ട് കിട്ടിയത്? 2 ആയിട്ടാണ് കിട്ടിയത്. അതൊരു നാച്ചുറൽ നമ്പർ ആണ്. അഞ്ചാമത്തതോ? ഈ ജോഡിയുടെ പ്രൊഡക്റ്റ് നമുക്ക് എത്രയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? എല്ലാം ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് 5 ആണ് കിട്ടിയിരിക്കുന്നത്. അതൊരു നാച്ചുറൽ നമ്പർ ആണ്. ആറാമത്തതോ? ഈ ജോഡിയുടെ പ്രൊഡക്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 1 ഡിവൈഡഡ് ബൈ 5 ആയിട്ടാണ് കിട്ടിയത്. അതൊരു ഫ്രാക്ഷൻ ആണ്. ഇത്രയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.